കാളികാവിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വീണ്ടും ഉണ്ടായ വന്യജീവി ആക്രമണം. അപ്പോൾ ഈ കാളികാവിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്ന് പുരോഗമിക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ്. പ്രദേശത്ത് 3 കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 50 അംഗ RRT സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ദൗത്യം നടക്കുക. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. കൂടുകൾ സ്ഥാപിച്ചു, ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയുണ്ട്. എപ്പോഴാണ് ദൗത്യത്തിന് തുടക്കമാവുക? ഇന്നലെ ഏതെങ്കിലും തരത്തിൽ ഈ സാന്നിധ്യമൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്? ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഈ തെരച്ചിൽ ഇന്ന് ഊർജിതമാക്കാൻ തന്നെയാണ് വനം വകുപ്പിൻ്റെയും അതേപോലെ പ്രത്യേക സംഘത്തിൻ്റെയും തീരുമാനം. അരുൺ സക്കറെ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘവും സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ 50ഓളം ക്യാമറകൾ ഇന്നലെ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ഈ ക്യാമറയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. അത് പരിശോധിച്ചതിന് ശേഷം ഇവയുടെ സഞ്ചാരപാത മനസ്സിലാക്കിയതിന് ശേഷമാണ് കൂടുതൽ പരിശോധനയ്ക്ക് ഈ RRT സംഘവും രംഗത്തിറങ്ങുക. ഒപ്പം തന്നെ അതിന് കുങ്കിയാനകളുമുണ്ട്. ഈ 2 കുങ്കിയാനകളെയാണ് ഈ തെരച്ചിലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലെ ഒരു കുങ്കിയാന ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. ഒന്ന് ഇന്ന് എത്തും. മുത്തങ്കിൽ നിന്നാണ് ഈ കുങ്കിയാനകളെല്ലാം എത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ രാത്രിയിലും തെരച്ചിൽ ആവശ്യമാണെങ്കിൽ ഡ്രോൺ വെച്ചുള്ള പ്രത്യേക തെരച്ചിലും രാത്രി ഉണ്ടാവും എന്ന് തന്നെയാണ് വനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ ഈ കടുവയെ കണ്ടെത്തുന്നതിനുള്ള ഊർജിത ശ്രമം ഉണ്ടാവും. അതിനെ കണ്ടെത്തുന്നത് വരെയുള്ള പരിശോധന തുടരും എന്ന് തന്നെയാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പ്രദേശം ജനവാസ മേഖലയാണ്, റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഇവിടെ തൊഴിലാളികൾ നിരവധി ജോലി ചെയ്യുന്ന ദിവസവും രാവിലെയും രാത്രിയും ഒക്കെ ജോലി ചെയ്യുന്ന ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി കടുവയുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാനും ഒപ്പം തന്നെ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ കടുവയെ കണ്ടെത്തുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഇവിടെ ഈ കടുവയുടെ സഞ്ചാരപഥം കണ്ടെത്താൻ കഴിയും. അതിനനുസരിച്ചുള്ള ഒരു റൂട്ട് മാപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഇവിടെ ഒരു ഡാറ്റ ലിസ്റ്റിൽ നിന്നും ഈ കടുവ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും വനംവകുപ്പ് കണ്ടെത്തുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ശേഷം മാത്രമായിരിക്കും കടുവയെ വെടിവെക്കുന്നതിനും ഉള്ള ശ്രമം ആരംഭിക്കുക. അതിനുള്ള ഇന്നലെ 3 കൂടുകളാണ് ഇന്നലെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കൂടുകളിൽ കടുവ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെ വെടിവെക്കുന്നതിനുള്ള പ്രത്യേക അനുമതി ലഭിക്കേണ്ടതുണ്ട്. അവയെല്ലാം വിശദമായി പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും വനംവകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ കടുവയെ അടക്കമുള്ളവരുടെ ഒരു തീരുമാനം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നിലവിലെ ദൗത്യം എങ്ങനെ കൊണ്ടുപോകാനാണ് തീരുമാനം? കാരണം കുങ്കിയാനകൾ അവിടെ ഉണ്ട്, ഈ മയക്കുവെടി വയ്ക്കാനുള്ള സംഘമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കടുവയുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവിടെ അതിനെ പിന്നീട് ഫിസിക്കലി കണ്ട ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാനുള്ള ഇപ്പോൾ നിലവിലെ തീരുമാനം? ഇന്ന് കടുവയെ കണ്ടവർ ആരുമില്ല. പക്ഷേ ഈ ഇന്നലെ സ്ഥാപിച്ച ഈ 50ലധികം ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഈ കടുവയുടെ ലൊക്കേഷൻ മനസ്സിലാക്കുക. അതിന് ആ ലൊക്കേഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ കുങ്കി ആനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ തന്നെയാണ് ഈ RRT സംഘവും ഈ കുങ്കിയാനയ്ക്കൊപ്പം ഈ തെരച്ചിലിന് ഉണ്ടാവുക. അങ്ങനെ വിശദമായ ഒരു പരിശോധനയ്ക്കാണ്, അതായത് അതിൻ്റെ ശാസ്ത്രീയമായ സാങ്കേതികമായ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിച്ചും അവയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ പരിശോധനയും തെരച്ചിലും ഊർജിതമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അരുൺ സക്കറിയ ഇന്നലെ പറഞ്ഞത്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കടുവ ഇപ്പോൾ ഏത് ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടിയാണ് ഇന്നലെ ഏകദേശം 50ലധികം ക്യാമറകൾ സ്ഥാപിച്ചത്. ഇനി ആവശ്യമെങ്കിൽ ഇന്ന് കൂടുതൽ ക്യാമറകൾ വെക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വനവകുപ്പ് ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും വലിയ ഒരു സാങ്കേതിക സംവിധാനം വഴി വലിയ ഒരു തെരച്ചിലിന് തന്നെയാണ് വനംവകുപ്പ് ഒരുങ്ങുന്നത്. സേതു, ശരി ശാന്തകുമാർ.